സ്വാഗതം. നമുക്കിന്ന് വോക്ക് വിത്ത് ഗ്രാനി സെക്കൻഡ് പാർട്ട് നോക്കാം. മണി സ്റ്റോപ്പ്ഡ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം എ ബുഷ്. അപ്പോൾ മണി എന്താ ചെയ്തത്? അവർ കാട്ടിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ കാട്ടിൽ ഒരു പൊന്തക്കാട്ടിൽ, ബുഷ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾക്കിടയിൽ, അല്ലെങ്കിൽ കുറ്റിച്ചെടി അല്ലെങ്കിൽ പൊന്തക്കാട് എന്നൊക്കെയാണ് പറയുന്നത്. പൊന്തക്കാട്ടിൽ എന്ത് കണ്ടു? ബ്ലാക്ക് ബെറീസ് കണ്ടു. അപ്പോൾ മണി സ്റ്റോപ്പ്ഡ് ടു പിക്ക് വൈൽഡ് ബെറീസ്. ഈ വൈൽഡ് ബ്ലാക്ക്ബെറീസ് പറിക്കാൻ വേണ്ടിയിട്ട് മണി അവിടെ നിന്നു. ഗ്രാനി വാസൻറ്റ് ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൺ ഹെർ പേസ്. ഇനി ഗ്രാനി ആണെങ്കിലോ വാസൻറ്റ് എന്ന് പറഞ്ഞാൽ വാസ് നോട്ട്, ഫോണ്ട് ഓഫ് എന്ന് ഒറ്റ വേർഡാണ്. അതായത് ഗ്രാനിക്ക് ബെറീസ് ഇഷ്ടമായിരുന്നില്ല. ഫോണ്ട് ഓഫ് എന്ന് ഇഷ്ടപ്പെടുക, അതായത് വാസ് നോട്ട് ഫോണ്ട് ഓഫ് ബെറീസ്. ഗ്രാനി വാസ് നോട്ട് ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൺ ഹെർ പേസ്. ഈ ബ്ലാക്ക് ബെറീസ് ഇഷ്ടമല്ലാത്ത കാരണം ഗ്രാനി ഡിഡ് നോട്ട് സ്ലാക്കൺ എന്ന് പറഞ്ഞാൽ വേഗത കുറയ്ക്കുക എന്നാണ്. അപ്പോൾ ഡിഡ് നോട്ട് സ്ലാക്കൺ എന്ന് പറഞ്ഞാലോ വേഗത കുറച്ചില്ല. ഹെർ പേസ്, അത് നടത്തത്തിന്റെ വേഗത കുറച്ചില്ല. അത് നടന്ന സ്പീഡിൽ തന്നെ അങ്ങ് നടന്നുപോയി. മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹെർ. അപ്പോൾ മണിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഗ്രാനിയോടൊപ്പം എത്താൻ വേണ്ടിയിട്ട്, ഈ ബ്ലാക്ക്ബെറി ഒക്കെ പറിച്ച് തിന്നിട്ട് ഗ്രാനിയോടൊപ്പം എത്താൻ വേണ്ടിയിട്ട് ഓടേണ്ടതായിട്ട് വന്നു. സൂൺ ഹിസ് ലിപ്സ് വെർ പർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ്. പിന്നെ ഈ ബ്ലാക്ക്ബെറീസ് ഒക്കെ തിന്നിട്ട് അവന്റെ ചുണ്ടുകൾ, ലിപ്സ് ചുണ്ട് പർപ്പിൾ കളറായിട്ട് മാറി. ദി റെയിൻ സ്റ്റോപ്പ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. അതായത് മഴയൊക്കെ മാറിയപ്പോൾ, റെയിൻ സ്റ്റോപ്പ്ഡ്, മഴ മാറിയപ്പോൾ ദ സൺ കെയിം ഔട്ട്, അതായത് സൂര്യപ്രകാശം വന്നു. ബിലോ ദം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ്സ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ്സ്. അതായത് അവരുടെ താഴെ, അവരിങ്ങനെ മുകളിൽ താഴേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോൾ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ്സ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ്. നല്ല പച്ചക്കളറിലുള്ള കാട്, അതിൻ്റെ താഴെയായിട്ട് എന്താ കാണുന്നത്? ഇളം പച്ചക്കളറിലുള്ള ഈ വയലുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ദ ഹിൽസ് വെർ ബാത്ത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. ഇനി കുന്നുകളൊക്കെ ആണെങ്കിലോ നല്ല സൂര്യപ്രകാശത്തിൽ ഉണ്ടോ, വേർ ബാത്ത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ, സൂര്യപ്രകാശത്തിൽ കുളിച്ചു നിന്ന്. മണി റാൻ അഹെഡ്. അപ്പൊ മണി എന്ത് ചെയ്തു? മുന്നോട്ടങ്ങ് ഓടിപ്പോയി. ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി, ഹി കോൾഡ്. എന്നിട്ട് വിളിച്ചു ചോദിച്ചു, ഗ്രാനി നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഗ്രാനി എന്താ പറയുന്നത്? ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്. എനിക്ക് നടക്കുന്ന വഴിയും കാണാം, പിന്നെയോ നിന്റെ വെള്ള ഷർട്ടും കാണാം. ദാറ്റ്സ് എനഫ് ഫോർ ജസ്റ്റ് നൗ. ഇപ്പോൾ അത് മതി, അത് ധാരാളം മതി, ഇത്രയും കണ്ടാൽ മതി എന്നാണ് ഗ്രാനി പറയുന്നത്. ഗ്രാനി ആൻഡ് മണി എയ്റ്റ് ദെയർ ലൈറ്റ് മീൽ. അപ്പോൾ അവർ ചെറുതായിട്ട് ലഘുഭക്ഷണം എടുത്തിട്ടുണ്ടായിരുന്നു വഴിയിൽ വെച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ അവരത് തിന്നു. ഓൺ ദ റോഡ് സൈഡ്. എവിടെ വെച്ചാൽ കഴിച്ചത്? റോഡ് സൈഡിൽ വെച്ച് കഴിച്ചു. ഇൻ ദ ഷെയ്ഡ് ഓഫ് എ വിസ്പറിംഗ് പൈൻ. അതായത് പൈൻ മരങ്ങളുണ്ട് റോഡ് സൈഡിൽ. അപ്പോൾ പൈൻ മരങ്ങൾ കാറ്റത്താടുമ്പോൾ ചെറുതായിട്ടൊരു മറുമരം, ചെറിയ സൗണ്ട് കേൾക്കുക, ഒരു മൂളൽ പോലെ. ആൻഡ് ഡ്രാങ്ക് ഫ്രം എ സ്പ്രിംഗ്. എന്നിട്ടോ അവിടെ കണ്ട അരുവിയിൽ നിന്ന് വെള്ളവും കുടിച്ചു. ബൈറ്റ് ആഫ്റ്റർനൂൺ ദേ വർ ഡയറക്ട്ലി എബവ് നെയിൻ. അതായത് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവരെവിടെ എത്തി? നെയിൻ്റെ മുകളിലെത്തി. വി ആർ ഓൾമോസ്റ്റ് ദർ സെഡ് മണി. അപ്പം മണി എന്താ പറയുന്നത്? നമ്മൾ ഏതാണ്ട് അവിടെ എത്താറായി. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. അപ്പോൾ അവർ അങ്കിളിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവർ അങ്കിളിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ ടെമ്പിൾ അവന് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. ഐ കനോട്ട് സീ എ തിങ് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി എന്താ പറഞ്ഞത്? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്? മഞ്ഞുണ്ട്, അതുകൊണ്ടാണ്. ഉണ്ടോ? ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. ദർ ഇസ് എ തിക്ക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി. അതായത് ഈ താഴ്വരയിൽ നിന്ന് നല്ല കട്ടിയുള്ള മഞ്ഞ് ഇങ്ങനെ കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത് കയറി വരുന്നുണ്ടെന്ന്? മണി. ഇറ്റ് ബിഗൺ റെയിനിങ് ഹെവിലി ആസ് ദ എൻറ്റേർഡ് ദ സ്മോൾ മാർക്കറ്റ് ടൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. അതായത് അവർ നദിയുടെ തീരത്തുള്ള ഒരു ചെറിയ മാർക്കറ്റ് ടൗൺ ഉണ്ട്. അവിടേക്ക് എത്തിയപ്പോഴേക്കും നല്ലോണം മഴ പെയ്യാൻ തുടങ്ങി. ഗ്രാനീസ് അംബ്രല്ല വാസ് ലീക്കിംഗ് ബാഡ്ലി. ഗ്രാനിയുടെ കയ്യിലൊരു കുടയുണ്ട്, അതാണെങ്കിൽ നന്നായിട്ട് ചോരുന്നുണ്ട്. ബട്ട് ദേ വർ സൂൺ ഡ്രൈയിങ് ദംസെൽസ് ഇൻ അങ്കിൾസ് ഹൗസ്. പക്ഷെ പെട്ടെന്ന് തന്നെ അവർ അങ്കിളിൻ്റെ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഉണക്കി. ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ. എന്നിട്ടോ നല്ല പാലൊഴിച്ച ചൂടുള്ള ചായ കുടിക്കാൻ തുടങ്ങി.
മണി ഗോട്ട് അപ്പ് ഏർലി ദ നെക്സ്റ്റ് മോർണിംഗ് ആൻഡ് റാൻ ഡൗൺ ദ നാരോ സ്ട്രീറ്റ് ടു ബാത്ത് ഇൻ ദ റിവർ. പിറ്റേ ദിവസം രാവിലെ മണി നേരത്തെ എണിച്ചു. എന്നിട്ടോ റാൻ ഡൗൺ, ഓടി. എവിടേക്കാ ഓടിയതാ? ദ നാരോ സ്ട്രീറ്റ് ടു ദ ബാത്ത് ഇൻ ദ റിവർ. അതായത് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ റിവറിലെ നദി പുഴയിലേക്കുള്ള വഴി, വീതി കുറഞ്ഞൊരു വഴിയാണ്. അതിലൂടെ കുളിക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് ഓടി. ആസ് മണി ഡ്രസ്ഡ് ഹി ഹേർഡ് ദ ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ. അതായത് മണി ഡ്രസ് ചെയ്തപ്പോഴേക്കും ഹി ഹേർഡ്, അവൻ കേട്ടു. എന്താണ് ദ ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ? അതൊരു ബസ്സിന്റെ ബ്ലെയർ എന്ന് പറഞ്ഞാലോ, പണ്ടൊക്കെ ഇങ്ങനെ ഹോൺ അടിക്കുന്നത് വലിയ ഉച്ചത്തിലാണ്, നല്ല സൗണ്ടാണ്, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേഷനാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു സൗണ്ട്, ബസ്സിന്റെ സൗണ്ട് മണി കേട്ടു. There was only one bus to Missouri. മസൂറിക്ക് ഒരു ബസ്സേ ഉള്ളൂ. He scampered up the slope, wondering if they had missed it. അവൻ ആ സ്ലോപ്പ്, ചെരുവിൽ കൂടെ ഓടിക്കയറി. സ്കാമ്പേർഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഓടിക്കയറി. വണ്ടറിങ് ഇഫ് ദേ ഹാഡ് മിസ്, അതായത് ബസ് നഷ്ടപ്പെട്ടാലോ എന്ന് ഓർത്ത് ഓടിക്കയറി. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. പക്ഷെ ഗ്രാനിയോ ബസ് സ്റ്റോപ്പിൽ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദെയർ ടിക്കറ്റ്സ്. അതായത് ഗ്രാനി 2 പേർക്കുള്ള ടിക്കറ്റ് മുമ്പേ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ദ ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്റി ആൻഡ് റാറ്റിൽഡ് സോ മച്ച് ദാറ്റ് ദ പാസഞ്ചേഴ്സ് കുഡ് ബെയർലി ഹിയർ ദംസെൽസ് സ്പീക്കിംഗ്. ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്റി. റിക്കറ്റി എന്ന് പറഞ്ഞാലോ ഇങ്ങനെ ആടി ഉലയുന്നതാണ്. ആൻഡ് റാറ്റിൽഡ് സോ മച്ച് ദാറ്റ് ദ പാസഞ്ചേഴ്സ് കുഡ് ബെയർലി ഹിയർ ദംസെൽസ് സ്പീക്കിംഗ്. എന്നിട്ടോ പിന്നെ റാറ്റിൽഡ് എന്ന് പറഞ്ഞാലോ ആകെപ്പാടെ ഇങ്ങനെ പഴയ ബസ്സല്ലേ, അപ്പൊ അത് പോകുമ്പോൾ ഇങ്ങനെ ഒരു കടപെടുന്ന ഒരു സൗണ്ട് ഉണ്ടാക്കും. അങ്ങനെ ഒരു സൗണ്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പാസഞ്ചേഴ്സ് കുഡ് ബെയർലി ഹിയർ ദംസെൽസ് സ്പീക്കിംഗ്. അവര് പരസ്പരം സംസാരിക്കുന്ന ഒന്നും അവർക്ക് കേൾക്കാനേ പറ്റുന്നില്ല, അത്രയും സൗണ്ടാണ് ഈ ബസ്സിന്. ദി ഡ്രൈവർ ഡ്രോവ് അറ്റ് സം സ്പീഡ്. ഡ്രൈവർ കുറച്ച് സ്പീഡിലൊക്കെ തന്നെയാണ് ബസ് ഓടിക്കുന്നത്. ആൻഡ് വെനെവർ ഹി വെന്റ് റൗണ്ട് എ ബെൻഡ് എവരി വൺ ഇൻ ദ ബസ് വാസ് ത്രോൺ അബൌട്ട്. അതായത് എപ്പോഴെങ്കിലും അവരൊരു വളവിലെത്തിയാൽ എവരി വൺ ഇൻ ദ ബസ് വാസ് ത്രോൺ അബൌട്ട്, അതായത് എല്ലാവരും ബസ്സിൽ നിന്ന് അങ്ങോട്ട് തെറിച്ചു പോകും. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദീസ് നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ, ഈ പറയുന്ന സൗണ്ടും നോയ്സും പിന്നെ ഇതിങ്ങനെയുള്ള പരിഭ്രാന്തികളും ഒക്കെ ഉള്ളപ്പോഴും ഗ്രാനി ഫെൽ അസ്ലീപ്പ്. ഗ്രാനി ഉറങ്ങി. ഹെർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ. അവര് മണിയുടെ ചുമലിലേക്ക് കിടന്ന് ഉറങ്ങുകയായിരുന്നു. സഡൻലി, പെട്ടെന്ന്, ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിങ് ഹോൾട്ട്. ബസ് എന്താ ചെയ്തത്? കെയിം ടു എ ഗ്രൈൻഡിങ് ഹോൾട്ട് എന്ന് പറഞ്ഞാലോ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. പീപ്പിൾ വെർ ത്രോൺ ഫോർവേഡ് ഇൻ ദയർ സീറ്റ്സ്. ആളുകളെല്ലാം അവരുടെ സീറ്റിൽ നിന്ന് ത്രോൺ ഫോർവേഡ് എന്ന് പറഞ്ഞാലോ മുന്നിലോട്ട് തെറിച്ചുപോയി. വാട്ട്സ് ഹാപ്പനിങ്? ഗ്രാനി ആസ്കഡ്. അപ്പൊ ഗ്രാനി ചോദിച്ചു, എന്താ സംഭവിക്കുന്നത്? ഹാവ് വി അറൈവ്ഡ്? നമ്മൾ എത്തിയോ എന്ന് ചോദിച്ചു മണിയോട്. നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ് സെഡ് മണി. അപ്പൊ മണി എന്താ പറഞ്ഞത്? സംതിങ് ഈസ് ബ്ലോക്കിംഗ്. ഉണ്ടോ, റോഡിൽ എന്തോ ഒന്ന് ഒരു ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് എക്സ്ക്ലൈംഡ് സംവൺ. അപ്പൊ ആരോ ഒരാൾ വളരെ ആശ്ചര്യത്തോടെ പറഞ്ഞു, അതെന്താണ്? ലാൻഡ് സ്ലൈഡാണ്, അത് മണ്ണിടിഞ്ഞതാണ്, ഉരുള് പൊട്ടിയതാന്ന് പറഞ്ഞു. ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. അപ്പൊ എല്ലാ പാസഞ്ചേഴ്സും എന്താ ചെയ്തത്? പുട്ട് ദെയർ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോ. ഉണ്ടോ, അതായത് വിൻഡോയിൽ കൂടെ, ബസിന്റെ ജനലിൽ കൂടെ എല്ലാവരും അവരുടെ തല പുറത്തേക്ക് ഇട്ടു. എന്തിന്? ടു ടേക്ക് എ ലുക്ക്. അവിടെ എന്താ സംഭവിച്ചതെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. അതൊരു വലിയ ഉരുൾപൊട്ടലായിരുന്നു. എർത്ത്, ട്രീസ് ആൻഡ് ബുഷസ് ഹാഡ് ഗിവൺ വേ ആൻഡ് കം ക്രാഷിംഗ് ഡൗൺ, കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്. ക്രാഷിംഗ് ഡൗൺ. മണ്ണും മരങ്ങളും ചെടികളും എല്ലാം വലിയൊരു ശബ്ദത്തോടെ താഴേക്ക് പതിച്ചു. കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്. എന്നിട്ടോ റോഡ് മുഴുവനും ബ്ലോക്കായി. നോർ വാസ് ഇറ്റ് ഓവർ യെറ്റ്. അത് അവസാനിച്ചിരുന്നില്ല. ഡെബ്രി വാസ് സ്റ്റിൽ ഫോളിംഗ്. അതായത് ഇതിന്റെ ആ മണ്ണും മരങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെയും ഇങ്ങനെ വീണുകൊണ്ടിരുന്നു. മണി സോ റോക്സ് ഹട്ട്ലിംഗ് ഡൗൺ ദ ഹിൽ ആൻഡ് ഇൻ ടു ദ റിവർ. അതായത് മണിയാണെങ്കിൽ ഈ പാറകളൊക്കെ നല്ല വേഗത്തിൽ താഴേക്ക് വരുന്നതും പിന്നെ നദിയിലേക്ക് പതിക്കുന്നതും കണ്ടു. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ് ഒബ്സർവ്ഡ് ഗ്രാനി. അതായത് ഒരു ബസ് സ്റ്റോപ്പിന് പറ്റിയ സ്ഥലമല്ല ഇത്. ഹു കുഡിൻ സീ എ തിങ്. അതായത്
ഒന്നും കാണാൻ കഴിയാതിരുന്ന ഗ്രാനി ഇവിടെ അഭിപ്രായപ്പെടുകയാണ്. ഇപ്പൊ എന്താ സംഭവിച്ചതെന്നൊന്നും ഗ്രാനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും ഗ്രാനി പറഞ്ഞു ഇതൊരു ബസ് സ്റ്റോപ്പ് ചെയ്തിടാനുള്ള സ്ഥലമല്ല. ഈവൺ ആസ് ഷീ സ്പോക്ക് എ ഷവർ ഓഫ് സ്റ്റോൺസ് ആൻഡ് സ്മോൾ റോക്സ് കെയിം ക്ലാറ്ററിംഗ് ഡൗൺ ഓൺ ദ റൂഫ് ഓഫ് ദ ബസ്. അപ്പൊ ഗ്രാനി ഇങ്ങനെ പറഞ്ഞു തീർന്നപ്പോഴേക്കും, അതായത് ബസ് സ്റ്റോപ്പ് ചെയ്തിടാനുള്ള സ്ഥലമല്ല ഇതെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞു തീർന്നപ്പോഴേക്കും ഒരു മഴ പോലെ ചെറിയ കല്ലുകളും പാറ കഷ്ണങ്ങളും ബസിന്റെ മേൽക്കൂരയിലേക്ക് ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് തെറിച്ചു വീഴാൻ തുടങ്ങി. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. പാസഞ്ചേഴ്സ് ആണെങ്കിൽ യാത്രക്കാര് വളരെ ഉച്ചത്തിൽ കരഞ്ഞു. ദ ഡ്രൈവർ ബിഗാൻ റിവേഴ്സിംഗ് ആസ് എ മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. അതായത് ഡ്രൈവർ ആണെങ്കിൽ ബസ് പുറകോട്ടെടുത്തു. പാറക്കഷ്ണങ്ങൾ വീഴാൻ തുടങ്ങിയപ്പോൾ ഡ്രൈവർ ബസ് പുറകോട്ടെടുത്തു. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സെഡ് ഗ്രാനി. അപ്പൊ ഗ്രാനി എന്താ പറഞ്ഞത്? ഞാൻ ഈ മോട്ടോർ വണ്ടികൾ പോകുന്ന റോഡുകളെ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല എന്ന് ഗ്രാനി പറഞ്ഞു. ദ ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അണ്ടിൽ ദേ വർ വെൽ അവേ ഫ്രം ദ ലാൻഡ് സ്ലൈഡ്. ഡ്രൈവർ എന്താ ചെയ്തത്? മണ്ണൊലിപ്പുണ്ടായ സ്ഥലത്ത് നിന്നും നല്ലൊരു സുരക്ഷിത അകലത്തിൽ എത്തുന്നത് വരെ ഡ്രൈവർ വണ്ടി പുറകോട്ട് എടുത്തുകൊണ്ടിരുന്നു. ദെൻ എവരി വൺ ട്രംബിൾഡ് ഔട്ട് ഓഫ് ദ ബസ്. പിന്നെ എല്ലാവരും എന്ത് ചെയ്തു? ട്രംബിൾഡ് ഔട്ട് ഓഫ് ദ ബസ്. എന്താ ട്രംബിൾഡ് ഔട്ട് ഓഫ് ദ ബസ് എന്ന് പറഞ്ഞാല്? അതായത് വെപ്രാളപ്പെട്ട് എല്ലാവരും ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേയ്സ് ടു ക്ലിയർ ദ റോഡ്. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ റോഡ് ഇനി ക്ലിയർ ആവാൻ, അതായത് ബസ് പോകുന്ന രീതിയിലാവാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്ന് അവർക്ക് മനസ്സിലായി. മോസ്റ്റ് ഓഫ് ദി പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു നെയിൻ വിത്ത് ദ ബസ്. അപ്പൊ മിക്ക യാത്രക്കാരും യാത്രക്കാരിൽ ഭൂരിഭാഗം പേരും എന്താ ചെയ്തത്? ആ ബസ്സിൽ തന്നെ നൈൻ എന്ന സ്ഥലത്തേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അതായത് അവർ വന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോകാൻ മിക്ക യാത്രക്കാരും തീരുമാനിച്ചു. But a few bold spirits agreed to walk to Missouri, taking a shortcut up the mountain which would bypass the landslide. പക്ഷെ കുറച്ചു പേര് എന്താ ചെയ്തത്? എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ്, അല്ലെ, നല്ല ധൈര്യമുള്ള കുറച്ചു പേരുണ്ട്. അവരെന്ത് ചെയ്തു? മണ്ണൊലിപ്പുണ്ടായ ആ വഴി അവരെ ഒഴിവാക്കിക്കൊണ്ട് മലമുകളിലൂടെയുള്ള ഒരു കുറുക്ക് വഴിയിലൂടെ മസൂറിയിലേക്ക് നടന്നു പോകാൻ തീരുമാനിച്ചു. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. ഷാൽ വി ഗോ ബാക്ക്? അപ്പൊ മണി എന്ത് ചെയ്തു? ഗ്രാനിയെ നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്താ, നമ്മളിനി തിരിച്ചു പോകണോ എന്ന് ചോദിച്ചു. ഇറ്റ്സ് ഓൺലി 10 miles സെഡ് ഗ്രാനി. അപ്പൊ ഗ്രാനി എന്താ പറഞ്ഞത്? ഇത് കണ്ടോ, ഇറ്റ്സ് ഓൺലി 10 miles, ഇനി 10 മൈലേ ഉള്ളൂ. ഗ്രാനി പറഞ്ഞു. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. നമ്മൾ ഇന്നലെ 10 മൈലല്ലേ നടന്നു വന്നത്? ഇന്നലെ നമ്മളത് നടന്നതല്ലേ? അപ്പൊ ഇനി 10 മൈലല്ലേ ഉള്ളൂ എന്ന് ഗ്രാനി ചോദിച്ചു.